നിയമപരമായിട്ടുള്ള അറിയിപ്പ്. ചാരായം വാറ്റുന്നതും കുടിക്കുന്നതും ആരോഗ്യത്തിന് ഹാനികരം. അത് ഇവിടെ പറയേണ്ട കാര്യം എന്തുടാ? ഈ സെറ്റപ്പിൽ എന്തായാലും എഴുതി കാണിക്കാം. അങ്ങ് പറഞ്ഞാൽ തീരുമല്ലോ. അതും ഓക്കെ. ചാരായത്തെ കുറിച്ച് എനിക്ക് എന്തെങ്കിലും അറിയാം? എനിക്ക് എന്തിനും അറിയണം. എടാ, ലോകത്തിന് ആദ്യത്തെ രാസ വ്യവസായമാണ് ചാരായം. ആയിക്കോട്ടെ. ഈ ചാരായം കണ്ടുപിടിച്ചതാരാണ്? എക്സൈസ്. അതെങ്ങനെ? അണ്ണ യാത് കാട്ടിച്ചെന്ന് വാറ്റിയാലും എക്സൈസുകാരി എന്നെ വന്ന് കണ്ടുപിടിക്കണത്. അപ്പൊ എന്റെ പൊന്നു രമണി, നീ കേക്കണം. രമണി അല്ലണ്ണ, രശ്മി. ഡാൻസ് ബാർ ആയിരുന്നെങ്കിൽ രശ്മി ഓക്കെ. ഈ ആംബിയൻസിന്റെ രമണി മതി. അതേ ശരി. രമണി, നീ കേക്കണം. വീട്ടിന്റെ പുറവിലെ ചായപ്പിൽ മാന്യമായിട്ട് വാറ്റിക്കൊണ്ടിരുന്ന എന്നെ ഈ കൊടുങ്കാട്ടിന് നടുക്ക് കൊണ്ടുവരാനുള്ള കാരണക്കാരൻ ഇവന് ഒറ്റ ഒരുത്തനാണ്. ഞാൻ എന്തിനു തന്നാണ് പറയുന്നത്? എന്റെ പൊന്നു കൊച്ച, കഴിഞ്ഞ ക്രിസ്മസിന് ഞാൻ രണ്ടോട് സാധനം വാറ്റിട്ട് കയറ്റി വിടാൻ വേണ്ടിട്ട് ഞാൻ ഇവരടുത്ത് പറഞ്ഞിടാ, റോട്ടിൽ പോയി പോലീസ് ഉണ്ടോ നോക്കണം, ഉണ്ടെങ്കിൽ പറയണോന്ന് പറഞ്ഞ്. എന്തെണ്ണ അവൻ പറഞ്ഞില്ലേ? പറഞ്ഞ് അവനാ പഞ്ചായത്ത് മൊത്തം നോക്കിയപ്പോ ഒറ്റ പോലീസുകാരെ കണ്ടില്ല. അവസാനം ഇവ സ്റ്റേഷനിൽ ചെന്ന് എസ് എടുത്ത് കാര്യവും പറഞ്ഞ് അവരെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് എന്നെ പട്ടി അടിക്കുന്നതൊക്കെ അടുപ്പിച്ചവനായി ഇവൻ. അണ്ണയില് പറഞ്ഞ പോലീസിനെ നോക്കി കണ്ടു കഴിഞ്ഞാൽ പറയണേന്ന്. നീ പോലീസിനെ കണ്ട അവരോട് പറയണോന്നാ പറഞ്ഞേ. പിന്നെ പോലീസിനെ കണ്ടാൽ ആൾക്കാർ എന്നോട് പറയാനല്ലോടാ പറഞ്ഞു. അത് വ്യക്തമായിട്ട് നിങ്ങൾ പറയണമായിരുന്നു. ഇല്ല, നീ പറയണ്ട. ഒരു കാര്യം ചെയ്യ്. ബാറ്ററി എടുത്തിട്ട്. ബാറ്ററിയാ? അണ്ണാ, ഈ ബാറ്റിൽ എന്തിനാണ് ഈ ബാറ്ററി എല്ലാം മാറിയിടുന്നത്? ഈ സുരേന്ദ്രൻ ബാറ്ററി ഇട്ട് മാറ്റുന്ന സാധനം മടിക്കുന്നവൻ നിന്ന് കത്തും. അയ്യോ, എന്നാ അണ്ണാ SI ഇതേ ഡയലോഗ് എന്നെ പറഞ്ഞത്. എന്താ പറഞ്ഞതാ? അണ്ണനെ കിട്ടുകയാണെങ്കിൽ നിർത്തി കത്തിക്കുമെന്ന്. ഈ ബാക്കിയുള്ള സാധനം എടുത്തിട്ട് ശരി. ആദ്യം ഓറഞ്ച് എടുത്തിട്ട്. ഇല്ല, ബാറ്ററി ഇട്ടോട്ട്. ഇനി അടുത്തത് നമ്മൾ ആപ്പിളിന്റെ പീസ് അരിഞ്ഞു വെച്ചേക്കുന്നത്. ആപ്പിളിന്റെ പീസ് ഇട്ട്. ഇനി അവളെ എടുത്തിട്ട്. ശരി അണ്ണാ. അണ്ണയിലൂടെ അവളെ എടുത്തിടാൻ. ഞാൻ പറഞ്ഞ കവർ ഇരിക്കുന്ന തവള എടുത്തിടാൻ. വാറ്റുകാര്യത്തിൽ എന്തിനാ തവള ഇടുന്നേ? ഈ തവളയ്ക്ക് വിവരയിലെ സാധനം ഇഷ്ടമല്ലേ? സുരേന്ദ്രന്റെ വാറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അതിനകത്തിട്ട് കുടിപ്പിക്കാൻ വേണ്ടി. ഈ ഞാൻ തവളയിട്ട് വാറ്റുന്ന സാധനം കുടിക്കുന്നവൻ അടിച്ചു കഴിയുമ്പോൾ തവള പോകുന്നത് പോലെ പ്ലാക്ക് 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 ചാടി പോലീസ് വരുന്നു കേട്ടോ. ആരും ഓടരുത്. സെൻട്രിയൽ ആണുങ്ങൾക്കുള്ളതാണ്. സുബു, നീ പിടികൊടുത്തോടാ. ഈ അണ്ണൻ നിന്നെ പുല്ലുപോലെ ഇറക്കത്തില്ലടാ. എന്നാ പിന്നെ ഞാനായിട്ട് അതിനെ അവിടെ നിൽക്കുന്നു. മുരളിയും വേണു, ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വാറ്റ് ചാരായ കേന്ദ്രം ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. 1 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഇവിടെ എത്തണം. എത്തിയിരിക്കണം. വേണ്ട അല്ലേ, ഒരു മാൻപേട കയ്യിൽ പെട്ടിട്ടുണ്ട്. നിങ്ങൾ പതുക്കെ വന്നാ മതി. ഞാൻ ഇതൊന്നും മാനേജ് ചെയ്തോളാം കേട്ടാ. ഒരു ധൃതിയും വേണ്ട. പതുക്കെ. മുരളി, ഒരുത്തം കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ ഒരു 1/2 മണിക്കൂറിനുള്ളിൽ ഇങ്ങ് വരണം. അതുവരെ ഞാൻ പിടിച്ചു വന്നോളാം. ഒന്നും പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം കേട്ടാ. വേണോ, 10 മിനിറ്റുള്ളിൽ എത്താൻ പറ്റൂടാ. ഒരുത്തം കൂടെ വന്നിട്ടുണ്ട്. എന്നെ കൊണ്ട് പറ്റൂലടാ. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് വന്ന് എന്റെ ജീവൻ രക്ഷിക്കടാ. ഓവർ പേടിപ്പിച്ചത്. ഓഹോ, എടാ, ഈ സുരേന്ദ്രന്റെ വാറ്റ് കേന്ദ്രത്തിൽ ഒറ്റയ്ക്ക് വന്നേറാ കാക്കി ഇട്ടോണ്ട് നമ്മളെ ഇടയിൽ വന്ന് കേറണ. തിരിഞ്ഞും പിരിഞ്ഞും നോക്കിയിട്ട് കാര്യമില്ല അണ്ണാ. SI എങ്കിൽ SI, ഇതിനകത്തിട്ട് വാറ്റണ്ണ. നിങ്ങളെന്താ വിചാരിച്ച് ഞാൻ SI എന്നാ? ഞാൻ SI ഒന്നുമല്ല. ഞാൻ നമ്മളെ അടിവാരത്തെ ക്ലബില്ലേ, ജനനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, അവിടുത്തെ നാടകം സംവിധാനം ചെയ്യാൻ വന്ന ആളാണ്. ഇന്നായിരുന്നു അരങ്ങേറ്റം. സമയത്ത് SI ആയിട്ട് കയറണവന് പറ്റൂലെന്ന്. സംവിധാനല്ലേ, ഞാൻ കയറാതിരിക്കാൻ പറ്റുമോ? അപ്പൊ നാടകത്തിന് 2 അടിച്ചിട്ട് കയറാന്നുള്ള രീതി ഷാപ്പിൽ ചെന്നപ്പോ പറഞ്ഞ് സുരേന്ദ്രന്റെ സാധനം വന്നില്ല. സുരേന്ദ്രന്റെ സാധനം വന്നില്ലെങ്കിൽ സുരേന്ദ്രന്റെ സാധനം ഉള്ളിടത്തോട് ഞാൻ ഇങ്ങോട്ട് വന്ന് കണ്ടാടാ. സുരേന്ദ്രന്റെ സാധനത്തിന്റെ പവർ കണ്ട. ആറ്റിക്കൊണ്ടിരിക്കുന്ന വാറ്റി തീർന്നാലേ പോകാൻ പറ്റുള്ളൂ. അതവിടെ നടക്കും. ദൈവത്തിനാണ് ശരി, ഇവൻ നാടകക്കാരനല്ല. ഇവൻ യഥാർത്ഥത്തിൽ SI ആണ്. അല്ല, എന്റെ അമ്മയാണ് SI ആണ്. അല്ല, കറക്റ്റ് നാടകം നട. എടാ, അല്ല, SI
കണ്ട ശരിയായിട്ട് തോന്നുന്നുണ്ട്. അണ്ണനിപ്പോ സംശയം തീർക്കണം അത്രേ അത്രയും ഉള്ളൂ. ഒറ്റ കാര്യം ചെയ്താൽ ഈ SI-മാരൊക്കെ SP-മാരെ കാണുമ്പോ ഒരു സല്യൂട്ട് ഉണ്ട്. അതെനിക്കറിയാം. ദാ ഇങ്ങനെ നിൽക്കും. അങ്ങനെ അടുപ്പിച്ച് കഴിഞ്ഞാൽ അതാണോ അല്ലയെന്ന് അറിയാലോ. അങ്ങനെ പിന്നെ ഈ SP കാണുമ്പോ അടിക്കുന്നെന്ന് പറയാ ഇങ്ങനെ ഇങ്ങനെ അടിക്കുന്ന കാര്യം ഒത്തിരി പോലീസ് വല്ലെന്ന് ഇങ്ങനെ ചെയ്ത്. ഇങ്ങനെ എടാ ആശാ ഞാനാ ഞാൻ പറയുന്ന കാണാൻ തരൂ നിങ്ങൾ അങ്ങനെ എന്താ പ്രശ്നം തരും? ആണോ ഈ SP-യെ കാണുമ്പോഴേ ഈ SI-മാർ എങ്ങനെയാണ് സല്യൂട്ട് അടിക്കുന്നത്? ഇങ്ങനെയാണോ അങ്ങനെയാണോ നോക്കി? ഇങ്ങനല്ലേ സാറേ നിനക്കെന്താ പനി ഉണ്ടാവും നോക്കണം. ഇങ്ങനെ തല അടിക്കണം. തൊപ്പി ഇങ്ങനെ കൊണ്ട് വെച്ചിട്ട് ഈ വലത് കാല് നെഞ്ചിന്റെ നേരെ ഇങ്ങനെ പൊക്കി ഒറ്റടി ഇങ്ങനെ 5 വരം ചേർത്ത് വെച്ച് ഒറ്റ സല്യൂട്ട്. ഇങ്ങനെ സല്യൂട്ട് ചെയ്തതും SP എന്റെ തോളത്ത് തട്ടിയിട്ട് പറഞ്ഞു "Well done, my boy" എന്ന് പറഞ്ഞ് 2 പതക്കം എന്റെ നെഞ്ചത്ത് കുത്തി തന്ന്. നാടകം 2021 നാടകത്തിന്റെ പേര് SP കൈവിട്ട പതക്കം. വീണ്ടും കമോൺ നീ വാടാ. എന്റെ അമ്മയാണ് സത്യം. ഇവ SI-ടാ. ആണോ? എടാ ഇവ SI പടക്കത്തിന്റെ കാര്യം പറഞ്ഞാണ്ടാ. പടക്കമല്ല പതക്കം. അത് എന്തൊരു പോലെ അതാണ് ഇവിടുത്തെ വിഷയം. അവ SI അവനെ കണ്ടറിയല്ലോ SI ആന്ന്. ഇപ്പൊ അങ്ങേര് SI ആണോന്ന് അറിയണം. അറിയണം. അത്രയല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഞാൻ തെളിയിച്ചു തരാം. അത് തന്നെ അല്ല പിന്നെന്തു ചുമ്മാതെ. ഫുൾ യൂണിഫോം ഇരിക്കുന്ന SI നീ ചവിട്ട് നല്ലടി ഒറ്റയടി. 2022 തിരുവനന്തപുരം മലയാള നാടകവേദിയുടെ നാടകം സ്വന്തം നാടകത്തിൽ ഞാൻ SI സത്യനേശൻ കീടിലം പ്രകടനമായിരുന്നു. തന്നെ പിന്നെ ഞാൻ ഷാന്ന് പറഞ്ഞിങ്ങനെ തിരിഞ്ഞപ്പം അവിടെ നിൽക്കുന്നു ആര്? 4 സ്റ്റാർ ഹോട്ടലിന്റെ ഉടമസ്ഥൻ, ബിസിനസ് എംബറർ, നടിയുടെ ഭർത്താവ്. ഞാനങ്ങോട്ട് ചെന്നു. ഞാന് ബിസിനസ് എംബറർ ആണേ. ഒന്ന് കുനിഞ്ഞിക്കാം. ഞാൻ കുനിയണം. മറ്റേ എംബർ ബിസിനസ് എംബറർ 4 ഹോട്ടല്. ഓക്കെ ഇങ്ങനെ നിർത്തിയിട്ട് മുതുകിലോട്ട് ഞാൻ അതിന്റെ മുമ്പിലോട്ട് ഇങ്ങനെ നിൽക്കുകയും ഇന്റർവൽ. നീ ആരാണ് ഇടിച്ചത്? എംബററാ. എന്നല്ലേ? അല്ലല്ലേ, ഉറപ്പാണല്ലോ. ഉറപ്പില്ല. എന്നാ കുഴപ്പമില്ല. എന്റെ മുഖം വിടറാ. അവൻ എന്നെ അല്ല അടിച്ചത്. നേരത്തെ പറഞ്ഞില്ല എംബറെ എന്നെ അടിച്ചെന്നാ ഇവിടെ കിടന്ന് എഴഞ്ഞാണ്. പിന്നെ അല്ല. അല്ലാതെ നോക്കാം. ഡേയ് നീ വന്നാടാ. എന്താ എന്നെ ഒന്ന് നോക്കടാ. ഒടിഞ്ഞു പോകും. ദൈവത്തിലാണ് എന്റെ അമ്മച്ചിയാണ് SI-യാടാ. അതെങ്ങനെ അണ്ണൻ ഇത്ര ഉറപ്പിച്ച് പറയാൻ പറ്റും? ഒരു SI-ക്ക് നട്ടല്ലോക്ക് ഇത്ര കൃത്യമായിട്ട് ഇടിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇന്ന് അവനെ ഞാൻ ഇവിടെ ഇട്ട് വാറ്റും. 4 അടി അടിക്കുമ്പോ അവൻ SI-യോ അല്ലേ എന്ന് പറയും. കൊടുക്കാണോ ഞാൻ? ഒന്നും ചേരുന്നു. എന്ത്? ഞാനല്ലേ ആശാൻ. എനിക്കറിയാം. തോരപ്പുഴ കുളിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ കുളിക്കാൻ തോർത്തെടുത്ത് വെച്ചോ. സത്യം ചെയ്യടാ. അമ്മയെ കൊണ്ട് സത്യം ചെയ്യും. SI അല്ലെന്ന്. നിന്റെ അമ്മയാണ്, നിന്റെ ചിറ്റപ്പനാണ്, നിന്റെ കൊച്ചച്ഛനാണ്. ഞാൻ SI അല്ലേ? ഞാൻ പറഞ്ഞില്ലടാ പാവപ്പെട്ടവനാണ് അവൻ. SI അല്ലടാ അവൻ. ഇത്തിരി മിമിക്രി ഉണ്ട്. നാടകം മാത്രമല്ല. ഒന്നുകൂടെ കാണിക്കും മിമിക്രി. കൊള്ളാം, മിമിക്രി കൊള്ളാം. പക്ഷെ ഇവിടുന്ന് വന്നിരുന്നെങ്കിൽ ഇതിപ്പോ എന്താണ്ടേ ഇവിടുന്നാണ് വന്നത്. പോവോ ഈ വാക്കി ടോക്കിക്കൊന്ന് സ്പോട്ടപ്പ് ചെയ്യാൻ. നാടകത്തിൽ ഒരു വാക്കി ടോക്കി ചോദിച്ചതാ ഉപയോഗിക്കാൻ വേണ്ടിട്ട്. അവര് കൊണ്ടു തന്നതാ ഒറിജിനൽ. ഒരു കാര്യം. അപ്പൊ ഇത് ഒറിജിനൽ അല്ല. ഒറിജിനൽ അല്ല. കളഞ്ഞേക്കാം. അപ്പൊ ഇതിനകത്ത് മാറ്റാം. സാർ ഞാനിവിടെ വാച്ച് കേന്ദ്രത്തിലെത്തി സാർ. 2 ആണും 1 പെണ്ണും. തൊണ്ടി മുതലടക്കം പൊക്ക് സാർ. ഉറപ്പാണ് സാർ. ഓക്കെ സാർ. 2024 നിന്റെ കുഞ്ഞമ്മയുടെ കല്യാണം.
ആശാനെ ഇനി തിരിഞ്ഞു പിരിഞ്ഞു നോക്കിയിട്ട് കാര്യമില്ല. ഇത് കാണിച്ചേ. വാറ്റണമെങ്കിൽ കലത്തിനകത്തിട്ട് വാറ്റണം. രമണി എന്ത് എടി പോയി കലമെടുത്തോട്ട് വാടി, വലിയ കലമെടുത്തോട്ട് വാ. ഡാ, എവലെ തൂക്കിയെടുത്ത് നമുക്ക് വലിയ കലത്തിനകത്തോട്ട് കൊണ്ടുപോടാ. അത് വേണ്ട, SI അല്ല. SI ആണ്. 3 സ്റ്റേറ്റ് വന്നിട്ട് നടനാട്. നാടൻ 3 ആറ്റ വാട്ട എന്തെന്ന് ഒറ്റ കൊണ്ടുപോവാ. അല്ലല്ലേ, കലത്തി കൊണ്ടുപോവാ. ഇവിടെ മുഴുവൻ പോലീസ് അത്രേ ഉള്ള പോലീസാ. ഓടിയിട്ടൊന്നും ഒരു കാര്യമില്ലടാ. എടാ ഈ കാട് മുഴുവൻ വളഞ്ഞ് പോലീസുണ്ട്. എടാ കേരള പോലീസ് ഒരു അന്വേഷണം തുടങ്ങുമ്പം ചിലപ്പോ റൂട്ട് മാറിപ്പോവും. എത്രയൊക്കെ റൂട്ട് മാറിയാലും അവസാനം കേരള പോലീസ് കറക്റ്റ് സ്ഥലത്ത് തന്നെ എത്തിച്ചേരും. അതറിയാമോടാ, കേരള പോലീസ് തന്നെ സുമ്മാവാ. ഒരു കാലം ഞാൻ എടുത്ത്, ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ എടുത്തോളെ. എന്തിനാ? അതാണടാ നാട്ടു നടപ്പ്. കമോൺ.